ജഡ്ജസ്, ഇനി സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഈ ഒരു വേദി ഒരു അഭിമാന നിമിഷമാവാൻ പോവാണ്. ഇന്ത്യയുടെ അഭിമാനമായ ഒരു വനിതയാണ് നമ്മുടെ ഈ ഒരു സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദിയിലേക്ക് വരാൻ പോകുന്നത്. ISROയുടെ മുൻ സയന്റിസ്റ്റ് ആയിരുന്നു മാം. ഓക്കെ, സംഗീതജ്ഞയാണ്, അതുപോലെ തന്നെ എഴുത്തുകാരിയാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. അങ്ങനെ പല മേഖലകളിലും പ്രതിഭ തെളിയിച്ച ദ മോസ്റ്റ് പ്രഷ്യസ് വുമൺ ശുഭലക്ഷ്മി കൃഷ്ണമൂർത്തി. ഹായ് മാം. ഹായ് പാർവതി, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. താങ്ക് യു സോ മച്ച്. ഞാനിവിടെ പറയായിരുന്നു ദ മോസ്റ്റ് പ്രഷ്യസ് വുമൺ ഓഫ് ഇന്ത്യ എന്ന് ഞാനിങ്ങനെ പറയായിരുന്നു മാമിനെ കുറിച്ചിട്ട്. മാം, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് മാം. അന്നത്തെ കാലത്ത് ഇപ്പോൾ സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശരത് സാറൊക്കെ എപ്പോഴും പറയും നമുക്കൊക്കെ ഇങ്ങനെ ഫോണിൽ കുത്തിയ ഒരുപാട് ഡീറ്റെയിൽസ്, ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ എന്ത് കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടാൻ വളരെ ഈസിയാണെന്ന്. മാം, അന്നത്തെ കാലത്തും ഈ ഒരു സയന്റിസ്റ്റ് ആവണം എന്നുള്ള മാമിന്റെ ഒരു ആഗ്രഹം അതെപ്പോഴായിരുന്നു മാം? ഞാൻ 5 വയസ്സ് മുതൽ കർണാടക സംഗീതം പഠിച്ചു. പക്ഷെ സ്കൂളിലും എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. എനിക്ക് സയൻസും കണക്കും ഒക്കെ വളരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ മ്യൂസിക് എടുത്ത് BA മ്യൂസിക് MA മ്യൂസിക് എന്ന് പറഞ്ഞു പോകും. പക്ഷെ എനിക്കറിയില്ല, 10ാം ക്ലാസ് പാസ്സായപ്പോൾ നമുക്ക് അന്നൊന്നും വലിയ മെച്യൂരിറ്റി ഇല്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാനൊരു ഇലക്ട്രോണിക്സ് എൻജിനീയർ ആകണം എന്നൊരു ആഗ്രഹം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പാട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് എപ്പോഴെങ്കിലും ചെയ്യാം, പക്ഷേ പാട്ടിൽ പോയാൽ ഐ കനോട്ട് ബിക്കം ആൻ എൻജിനീയർ. അപ്പം ഞാൻ എൻജിനീയറിങ് അഡ്മിഷൻ കിട്ടി. പിന്നെ ഞാൻ എൻജിനീയറായി. ISRO ബാംഗ്ലൂരിൽ സയൻറ്റിസ്റ്റായിട്ട് ജോലി കിട്ടി. ഇന്ത്യയുടെ ഇസ്രോയുടെ ഒരു 37 ഉപഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ സംഗീതം, ഇലക്ട്രോണിക്സ് സംഗീതം എൻ്റെ 2 കണ്ണ് പോലെയായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് പാട്ട് പഠിക്കണം. അപ്പം ഇവിടെ ട്രിവാൻഡ്രത്താണ് എൻ്റെ സ്വദേശം. ചേർത്തല ഗോപാലൻ നായർ സാർ, ഗോമതി ചിദംബരം, വള്ളിയമ്മാൾ എന്ന് 3 ഗുരുക്കളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആകാശവാണി ഗ്രേഡഡ് ആർട്ടിസ്റ്റ് ആകാൻ വേണ്ടി അവിടെ ബാംഗ്ലൂരിൽ മധുരൈ TN ശേഷഗോപാലൻ സാറിൻ്റെ അടുത്തും ഗാനകലാശ്രീ MS ഷീല മാഡം അവരുടെ അടുത്തും കുറേ വർഷങ്ങൾ പഠിച്ചു. ഗ്രേഡഡ് ആർട്ടിസ്റ്റായി. 230 പരം കച്ചേരികൾ ഇന്ത്യയിലും പുറത്തും ചെയ്തിട്ടുണ്ട്. 15 ആൽബംസ് പാടിയിട്ടുണ്ട്. ശുഭലക്ഷ്മി മാഡം, എനിക്കൊരു ചോദ്യമുണ്ട്. അബ്ദുൽ കലാം സാർ, അദ്ദേഹമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാമോ? 2000 ആണ്ടില് അബ്ദുൽ കലാം സാർ അന്ന് പ്രസിഡന്റ് ആയിരുന്നില്ല. അദ്ദേഹം ശാസ്ത്രജ്ഞനായിരുന്നു DRDOയിൽ. അപ്പോൾ ഞങ്ങൾ ISROയിൽ 50 എൻജിനീയേഴ്സിന് സെലക്ട് ചെയ്ത് അവർക്കൊരു സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തു. ആ ട്രെയിനിങ്ങിൽ ഞങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് കലാം സാറിനെ വിളിച്ചു. അപ്പോൾ കലാം സാറ് ഞങ്ങളോട് വളരെ അടുത്തിടപഴകി. അപ്പം ഞാൻ സാറിനോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നമ്മുടെ ഇന്ത്യയുടെ സെക്യൂരിറ്റി, സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ സാറ്റലൈറ്റ് വഴി എന്താ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം ചോദിച്ചു. സാറ് പറഞ്ഞു തന്നു. 2014 മംഗൾയാൻ എന്ന ഉപഗ്രഹം സക്സസ്ഫുള്ളായിട്ട് ഇന്ത്യ ആദ്യത്തെ പ്രാവശ്യം വിജയകരമായിട്ട് മാർസിൽ എത്തിച്ചപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഞങ്ങളുടെ കൺട്രോൾ സെൻറ്ററിൽ വരികയും സക്സസിന് വേണ്ടി നമ്മളെല്ലാം അഭിനന്ദിക്കുകയും ചെയ്തു. ഗ്രേറ്റ്. അന്ന് എനിക്ക് മോദിജിയുടെ ഹാൻഡ് ഷേക്ക് കിട്ടി. അതെന്റെ സുദിനമായിരുന്നു. അതേപോലെ ചന്ദ്രയാൻ 2 ആ ഉദ്യമത്തിലും അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കാനായിട്ട് ഒരു ഭാഗ്യം കിട്ടി. പിന്നെ ഞാൻ മ്യൂസിക് തെറാപ്പിസ്റ്റ് ആണ്, ഗവൺമെന്റ് സർട്ടിഫൈഡ് മ്യൂസിക് തെറാപ്പിസ്റ്റ് ആണ്. ഇപ്പം ഞാനൊരു NGO ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓട്ടിസം ചിൽഡ്രന് വേണ്ടി ഒരു വോളണ്ടറി സർവീസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശുഭലക്ഷ്മി എന്ന് പറയുന്നത്
ഒരു ഓൾറൗണ്ടറാണ്, ഒരു അതെ. സകല കലാവല്ലഭയാണ്. മാഡം ഒരു വേൾഡ് റെക്കോർഡില്ലേ? അതൊരു ടീം വർക്കാണ്, ഇൻഡിവിജ്വൽ എഫേർട്ട് അല്ല. ഓക്കെ. ഞങ്ങളുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം അലുമിനി 288 പേര് ചേർന്ന് ഒരു ഓൺലൈൻ റിലേ സിംഗിങ് ചെയ്തു. ഓക്കെ. അത് പേട്രിയോട്ടിക് സോങ്സ്, പിന്നെ സോങ്സ് ഓഫ് ബ്രദർഹുഡ് ആൻഡ് യൂണിറ്റി, അങ്ങനെ പല ഭാഷകളിലായിട്ടുള്ള പാട്ടുകൾ തിരഞ്ഞെടുത്ത് നമ്മൾ റിലേ സിംഗിങ് പാടി. അപ്പൊ അത് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡായിരുന്നു. ഓക്കെ. ഓക്കെ. ഓ അതിന് എനിക്ക് ഇൻഡിവിജ്വൽ സർട്ടിഫിക്കറ്റ് കിട്ടി. ഓ ഗ്രേറ്റ് ഗ്രേറ്റ്. വണ്ടർഫുൾ വണ്ടർഫുൾ. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. എന്തൊക്കെയാ? ഉറപ്പായിട്ടും അതെ. कृपया पालय शौरे, कृपया पालय शौरे, कृपया पालय शौरे, कृपया पालय शौरे, करुणा कलुषार्ति विरामा, कृपया पालय शौरे, करुणा कलुषार्ति विरामा,
മാഡം വണ്ടർഫുൾ 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 താങ്ക് യു സോ മച്ച്. ഈ ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് പാടാനുള്ള സമയം കിട്ടുന്നത്? ഞങ്ങളുടെ ISROയിലാണെങ്കിൽ വളരെ കാര്യക്ഷമതയോടെ ചെയ്യുന്ന ഒരു ജോലിയാണ്. എന്ന് വെച്ചാൽ ഉപഗ്രഹം റോക്കറ്റ്, ഞാൻ റോക്കറ്റിലല്ല, ഞാൻ ഉപഗ്രഹത്തിലാണ്. ഉപഗ്രഹം പ്രവർത്തനക്ഷമമാകണം. അവിടെ മുകളിൽ അയച്ചിട്ട് നമുക്കത് അതിൽ റിപ്പയർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവിടെ 7 കൊല്ലം 10 കൊല്ലം 15 കൊല്ലം ആ വിപരീത എൻവയോൺമെന്റിൽ സാറ്റലൈറ്റ് വർക്ക് ചെയ്യണം. അപ്പൊ നമ്മള് ഒരു പോലീസിനെ പോലെ എപ്പോഴും നമ്മുടെ ഉപഗ്രഹത്തിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല. പിന്നെയും ടെസ്റ്റിങ് നമുക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. മോണിറ്റർ ചെയ്യണം അത് അവിടെ ചെന്നിട്ട്. പക്ഷെ നമ്മൾ അയക്കുന്നതിന് മുമ്പ് അതിന് ഹൈ ടെമ്പറേച്ചറിൽ, പിന്നെ വാക്യൂമിൽ, അങ്ങനെ വൈബ്രേഷൻ, അങ്ങനെ കുറേ ടെസ്റ്റ് ഉണ്ട്. എല്ലാത്തിലും പാസ്സായി സർട്ടിഫിക്കറ്റ് തന്നാൽ മാത്രമേ അതിനെ അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് 9 to 5 ജോബല്ല. നമുക്ക് രാവിലെ പോകണം, പിന്നെ എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് അറിയത്തില്ല. രാത്രി പിന്നെ ചില ടെസ്റ്റിംഗ് ഒക്കെ ചേംബറിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് രാത്രി ഫുൾ അതിന് ഒബ്സർവ് ചെയ്യണം. അപ്പൊ നമ്മുടെ പക്ഷെ ഭയങ്കര ഒരു നമ്മള് നാടിന് വേണ്ടി ചെയ്യുന്നു, രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്നു, നമ്മളൊരു സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു അമൃത TV ആൻഡ് ദ എൻറ്റയർ ടീം, എന്നെ ഇവിടെ കൊണ്ടുവന്നതിനും എന്നെ പരിചയപ്പെടുത്തിയതിനും. ഞങ്ങൾക്കാണ് ഏറ്റവും സന്തോഷം മാമിനെ കാണാൻ സാധിച്ചതിൽ. മാം സമയം കണ്ടെത്തി ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ വന്നതിൽ ഒരുപാട് താങ്ക്സ് മാം.